അസ്സലാമു അലൈക്കും. പട്ടാഴി വടക്കക്കര മുസ്ലിം ജമാഅത്തിൽ പുതുതായി പണി കഴിപ്പിച്ച മദ്രസ ഹാളിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം 6/9/2024 റബീഉൽ അവ്വൽ 2 വെള്ളിയാഴ്ച ജുമായ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ് ഷാഹുൽ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുകയും ചീഫ് ഇമാം മുസാഫിർ മൗലവി ദുആ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും ഒരു ഹാളുകൾ പണിഞ്ഞത് നമ്മുടെ പ്രവാസി മലയാളി അസോസിയേഷന്റെ ബഹുമാനപ്പെട്ട ജമാഅത്ത് അംഗങ്ങളെ, അതുപോലെ ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് റാവുത്തർ, ഇമാം, മറ്റ് ഉസ്താദുമാർ, ജീവനക്കാർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം അതിക്രമിച്ചു പോകുന്നത് കൊണ്ട് ഈ മദ്രസ ഹാളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഈ ഷാഹുൽ ഹമീദ് റാവുത്തർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, മറ്റ് ജമാഅത്തിൻ്റെ പരിപാലന സമിതി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട ഉസ്താദ്, മറ്റ് വേദിയിലിരിക്കുന്ന ഉസ്താദന്മാർ, ജമാഅത്ത് അംഗങ്ങളെ, മറ്റ് സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നമ്മുടെ ഇന്ന് റബീഉൽ അവ്വൽ 2 അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന തുടക്കം ഏതാണ്ട് 2001 അവസാനം റബീഉൽ. ഇതിൻ്റെ ഭിത്തിയും ഈ ജനലുമൊക്കെ നിർത്തി ഭിത്തിയൊക്കെ കെട്ടി അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇത് ഏറ്റെടുത്ത് ഇതിന് ബാക്കി പണികളെല്ലാം പൂർത്തീകരിക്കുന്നത്. അങ്ങനെ കാലാകാലങ്ങൾ വരുന്ന ഓരോ കമ്മിറ്റികളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്ര നിലയിലെത്തി. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇതിനിപ്പോൾ ജമാഅത്തിന് നല്ലൊരു ബാധ്യതയുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ ജമാഅത്തിൻ്റെ ഒരു അംഗത്തിന് 2500 രൂപ വീതം വരി ചുമത്തിയിട്ടുണ്ട്. നമ്മുടെ ജമാഅത്തിൽ വരി ചുമത്തിയാൽ തരുന്നത് ഏതാണ്ട് ഒരു 100 പേരാണ് കൃത്യമായി അത് തരുന്നത്. ബാക്കിയെല്ലാം ബുക്കിനകത്ത് എഴുതി വെച്ച് ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഇത് ഏതാണ്ടൊരു 100 പേരുടെ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ കടലാസിലിരിക്കുകയാണ്. പിന്നെ മറിപ്പും തിരിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ പണികളിങ്ങനെ മുൻപോട്ട്. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ. ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ഉമറാക്കൾ, സത്യവിശ്വാസികൾ, സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ലക്നൌവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നദ്വത്തുൽ ഉലമ എന്ന് പറയുന്ന സ്ഥാപനം. ധാരാളം ഹാഫിളീങ്ങളും ഇൽമിയായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ നിന്ന് ധാരാളം പണ്ഡിതന്മാർ പുറത്തു വരുന്നുണ്ട്. ബന്ധപ്പെട്ട ഇൽമ് കുട്ടികൾക്ക് ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഒരു മർത്തബ, അതുപോലെ തന്നെ മറ്റ് ഹവായികളായ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു. മദീനയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം അന്വേഷിച്ചു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ മസ്ജിദിന് വേണ്ടി അല്ലെങ്കിൽ മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അപ്പം അമ്മ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് സാമ്പത്തികമായി വലിയ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല. പക്ഷേ ഈ മസ്ജിദിന് വേണ്ടി അല്ലെങ്കിൽ മസ്ജിദിന്റെ ബിൽഡിങ്ങുകളുമായി ആ വലിയ സ്വപ്നത്തിലൊന്ന് അറിയിച്ചു കൊടുക്കണം. അദ്ദേഹം തന്റെ അനുഭവത്തെ വ്യക്തമാക്കുന്നു. ഔലിയാക്കളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്നത് വലിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരീകരിക്കണം, വാസ്തവമായി ചിത്രീകരിക്കണം, വ്യക്തമാക്കണമെന്നാണ് ഇസ്ലാമിക വിശ്വാസം എന്നുള്ളത്. അപ്പം അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി, മസ്ജിദിന്റെ പുരോഗമനത്തിന് വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? ഇപ്പോൾ സാധാരണ നബി തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് പണിഞ്ഞാൽ അവന് സ്വർഗത്തിൽ അതുപോലൊരു കൊട്ടാരം അള്ളാഹു പണിയിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി. ഇമാം
السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فقد قال الله سبحانه وتعالى في محكمه وتنزيله. ഈ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി വാളും പരിചയം എടുത്ത് നാം യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഉത്തമമാണ് ഈ അവസരത്തിൽ ദീനിന് വേണ്ടി, ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി നാം എത്രത്തോളം അധ്വാനിക്കുന്നോ ആ അധ്വാനമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ദീനിന് വേണ്ടി ചെയ്യുന്ന ആ ജിഹാദിലേക്ക് ചെന്ന് ചേരുന്നതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ദീനിനെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ അവരവരുടെ കാര്യങ്ങൾ എത്രത്തോളം പുരോഗതിയിൽ എത്തിക്കാൻ സാധിക്കുമോ അതേ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പള്ളി اللهم تقبل منا صلاتنا وقيامنا وركوعنا وسجودنا وسائر امورنا وابداننا يا رب العالمين. اللهم بارك في سمعنا وبصرنا وسائر امورنا يا رب العالمين، خصوصا هذا المكان العظيم يا اكرم الاكرمين. اللهم انزل علينا رحمة وسكينة يا اكرم الاكرمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا رب ارحمهما كما ربياني صغيرا. صلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بالحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه